പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ രണ്ട് വാർത്തയുണ്ട് പുതുപ്പള്ളിയെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാന്ന് വെച്ചത്. അപ്പോൾ ഒരു ബൈപ്പാസ് ആണ് പുതുപ്പള്ളി വഴി വരുന്നത്. അപ്പം അത് നമുക്കെല്ലാം നാടിന്റെ വികസനം എന്നൊക്കെ പറഞ്ഞ റോഡുകളൊക്കെ വരുമ്പോഴത്തേന് വികസനങ്ങൾ വരുന്നതിനൊന്നും നമ്മൾ എതിരല്ല. അപ്പം നമ്മൾ ഈ ബൈപ്പാസ് എന്ന് പറയുന്നത് MC റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പുതിയ ബൈപ്പാസിന്റെ നിർദ്ദേശം. കോട്ടയത്തിന്റെ ബഹുമാനപ്പെട്ട MP നിർദ്ദേശപ്രകാരം നമ്മുടെ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനൊക്കെ പങ്കെടുത്ത യോഗത്തിലാണ് ഇതിന് തീരുമാനമായിരിക്കുന്നത്. അപ്പൊ ഇന്നലെയാണ് ഏറെക്കുറെ അതിന്റെ ഒരു രൂപരേഖയൊക്കെ തയ്യാറാക്കി ഒരു കൺഫേം ആയത്. മുളങ്കുഴയിൽ നിന്ന് ആരംഭിച്ച് അതുപോലെ നമ്മുടെ മണിപ്പുഴ വഴി വന്ന് അതുപോലെ നമ്മുടെ കളത്തിക്കടവ് പാലം വഴി പുതുപ്പള്ളി കന്നുകുഴി പാലത്തിന്റെ ഇതിലെ വന്ന് പയ്യപ്പാടി കൊച്ചുമറ്റം അങ്ങനെ 8-ാം മൈലിലേക്ക് കയറുന്ന ഒരു പാതയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പാത എന്ന് പറയുന്നത് പാമ്പാടി ടച്ച് ചെയ്യാതെ വട്ടമലപ്പടി എന്ന് കോത്തലിലേക്ക്. അതൊരു നല്ല കാര്യമാണ്. പാമ്പാടി ടൌണിലെ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് കോത്തലിലേക്ക് ചെല്ലാൻ വേണ്ടി. അത് തന്നെയല്ല, ടൌണൊക്കെ ഭയങ്കര ഇപ്പം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പുതുപ്പള്ളി വഴി കടന്നു വരുന്ന ബൈപ്പാസിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പൊ നമ്മുടെ ഇന്നലെ നടന്ന ഈ യോഗത്തിന്റെ അകത്ത് കോട്ടയത്തിന്റെ ബഹുമാനപ്പെട്ട MP അതുപോലെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ അടക്കമുള്ള നിരവധി നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തത്. നല്ല കാര്യമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ അറിയാൻ വേണ്ടി കോടിമതയിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുതുപ്പള്ളി കന്നുകുഴിപ്പാലം വഴി പയ്യപ്പാടി ടച്ച് ചെയ്തൊരു 8-ാം മൈലിലേക്ക് കടക്കുന്ന ഒരു പാത അങ്ങയുടെ പിതാവ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊരു നിർദ്ദേശം വന്നാണ്. ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നലെ ഈ യോഗത്തിൽ ആരും ഉമ്മൻചാണ്ടി സാറിന്റെ പേരോ ഇങ്ങനെ ഒരു പാതയുടെ കാര്യം ഒന്നും പരാമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത് വളരെയേറെ പ്രയാസം തോന്നി. അതോടൊപ്പം തന്നെ ഈ പുതിയ റോഡെന്ന് പറയുന്നത് MC റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഈ പുതിയ റോഡെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മുളങ്കുഴയിൽ നിന്ന് ആരംഭിച്ച് പുതുപ്പള്ളി വഴി വന്ന് 8-ാം മൈലിൽ ടച്ച് ചെയ്യുന്ന റോഡ് MC റോഡുമായിട്ട് എന്ത് ബന്ധമാണ് വരുന്നത്? ആ MC റോഡിലെ യാത്രക്കാരെന്ന് പറയുന്നത് ഏറ്റുമാനൂർ അതുപോലെ മെഡിക്കൽ കോളേജ് എറണാകുളം അങ്ങനെയുള്ള യാത്രക്കാരാണ് പോകുന്നത്. അവർക്ക് ഈ റോഡ് കൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളതും കൂടെ കോട്ടയത്തിന്റെ MP ഒന്ന് വ്യക്തമാക്കണം. അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ ഒരു ചർച്ച നിങ്ങളൊക്കെ തുടങ്ങാൻ കാരണമെന്ന് പറയുന്നത് ഇപ്പം കോട്ടയത്ത് ലുലുമാൾ വന്നിരിക്കുകയാണ്. അതിനു മുമ്പൊന്നും ഈ ബൈപ്പാസിനെ പറ്റി ചർച്ചകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ലുലുമാൾ വന്നതിന് ശേഷം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് കോട്ടയം നഗരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മനോരമ ഇപ്പോഴും അങ്ങനെയുള്ള വാർത്തകളൊന്നും കൊടുക്കുന്നില്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ലുലുമാളിന്റെ പുറകിൽ കൂടെയാണ് ഈ റോഡ് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ വന്ന് കയറുന്നത് നമ്മുടെ കളത്തിക്കടവിലാണ്. കളത്തിക്കടവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് അതിഭയങ്കരമായ ഒരു ഷോപ്പിംഗ് മാളാണ് അവിടെ. ഒരു കൺവെൻഷൻ സെന്റർ ഒക്കെ വരികയാണ്. അപ്പൊ അത് ടച്ച് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടുള്ള പ്രയോജനം ആർക്കൊക്കെയാണുള്ളത് നിങ്ങൾ സാമാന്യം അരിയാഹാരം കഴിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ബൈപ്പാസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ലുലുമാളിന് പ്രയോജനമുണ്ട്. കാരണം ലുലുമാളിന്റെ ഫ്രണ്ടിൽ കൂടെയും വഴിയുണ്ട്, പുറകിൽ കൂടെ ഇപ്പം പുതിയ ബൈപ്പാസും കൂടെ വരുമ്പോഴത്തേന് അവരുടെ കാര്യത്തിൽ ഏറെക്കുറെയൊക്കെ തീരുമാനമായി. നമ്മുടെ നാട്ടിലെ അതുപോലെയുള്ള ഓരോരോ വികസനങ്ങൾ വരുന്നതിനൊന്നും നമ്മൾ എതിരല്ല. കാരണം എല്ലാവർക്കും പുതിയത് നിർമ്മിക്കാൻ വേണ്ടിയാണ് താല്പര്യം. കാരണം നിങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ വർഷങ്ങളായിട്ടുള്ള ചർച്ചയാണ്. അത് ചില സമയത്ത് അന്നേരം പറയും ഇത് ഡാം ഇപ്പം തകരാൻ പോവാന്ന് പറയും, പുതിയ ഡാം നിർമ്മിക്കണമെന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി ഇതെല്ലാം പുതിയ നിർമ്മാണങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്ക് കോടികൾ കക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിനകത്തെ സത്യാവസ്ഥ. കാരണം ഇതുപോലുള്ള പുതിയ വഴികൾ ഇപ്പം നമുക്ക് നോക്കി അറിയാം. ഈ കോട്ടയം ജില്ലയിലാണെങ്കിലും പുതുപ്പള്ളി പഞ്ചായത്തിലാണെങ്കിലും നിരവധി റോഡുകൾ താർന്നു കിടക്കുക. ഇത് നന്നാക്കുന്നതിനെപ്പറ്റി ചർച്ചയില്ല. എല്ലാം പുതിയത് നിർമ്മിക്കുന്നതിനെപ്പറ്റി ചർച്ച. പുതിയത് നിർമ്മിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ കക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടി രൂപയും കൊണ്ട് ഒരുത്തം പോയിട്ട് ഇതുവരെ ഒരു തുമ്പുമില്ല. ഇപ്പം വേണ്ട കഴിഞ്ഞ അടുത്ത വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുക 211 കോടിയാണ്. ഇതൊക്കെ എവിടെയാ പോകുന്നത്? ഇത് കക്കുക മാത്രമാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ വാർത്ത വായിക്കാം. ചാണ്ടിയുമ്മൻ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. പുതുപ്പള്ളിയുടെയും വെണ്ണിമല ക്ഷേത്രത്തിന്റെയും ടൂറിസം സാധ്യതകൾക്ക് വേണ്ടി റോപ്പ് വേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രമന്ത്രിക്ക് ചാണ്ടിയുമ്മൻ നിവേദനം നൽകിയിരിക്കുന്നത്. നല്ല കാര്യമാണ്. വെണ്ണിമല ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അത് ഒരു നല്ല രീതിയിലേക്ക് വരണമെന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അതൊരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പിള്ളേർക്ക് പഠിക്കാനും ചരിത്രപരമായ ഒട്ടനവധി ചോദ്യങ്ങളുടെ ഉത്തരമാണ് വെണ്ണിമല ക്ഷേത്രം എന്ന് പറയുന്നത്. അതിന്റെ സാധ്യതകൾ പഠിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ചാണ്ടിയുമ്മന് ഒരു കാര്യം ഓർക്കണം, ഈ ഇപ്പോഴത്തെ നമുക്ക് റോപ്പ് വേയുടെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങൊന്ന് ചിന്തിക്കണം. കാരണം വെണ്ണിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട 2 റോഡുകളാണ്. ഒന്ന് 7-ാം മൈലിൽ നിന്ന് വെണ്ണിമല ക്ഷേത്രത്തേക്കുള്ള പ്രധാനപ്പെട്ട പാത,
അതുപോലെ തന്നെ പുതുപ്പള്ളി വഴി വെണ്ണിമല ക്ഷേത്രത്തിലേക്കുള്ള ഈ 2 റോഡും തകർന്നു കിടന്നിട്ട് എത്രയോ വർഷങ്ങളായെന്നറിയാം. ഈ റോഡ് നന്നാക്കാൻ ഒരു നിവേദനം അങ്ങ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനിയും പറയാൻ പോകുന്ന പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മനോടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പുതുപ്പള്ളി പരിസരങ്ങളിലൊക്കെ ഓരോ വഴിയുടെയൊക്കെ മോശം വഴികളുടെ എല്ലാം വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് കമന്റുകൾ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. അപ്പൊ ഞാനിട്ട വീഡിയോയ്ക്ക് അടി വന്ന മുഴുവൻ കമന്റുകളിന്റെ അകത്തും ചോദിക്കുന്നത് ഇവിടെ MLA ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം പുതുപ്പള്ളിയിൽ ഇന്ന് സഞ്ചാരയോഗ്യമായ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ ഇല്ലെന്നുള്ളത് MLA ഒന്ന് പറയണം. MLA നടക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയിലാണ്. അത് നടന്നോട്ടെ, അത് MLAയുടെ പദവിയും വെച്ച് നടന്നോട്ടെ. സാധാരണക്കാർ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ ഇന്ന് പല വാർഡുകളിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരത്തില്ല. അതുപോലുള്ള അവസ്ഥയിലാണ് റോഡുകൾ പോകുന്നത്. നിസ്സാരം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുന്നിലേക്ക് കിടക്കുന്ന വഴി അങ്ങ് നന്നാക്കാൻ വേണ്ടി അവിടെ പൈസ ആയിട്ട് ചെന്നപ്പോൾ തന്നെ അവരാരും വന്നില്ല, സഹകരിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും അവരുടെ ഒന്നും അനുവാദം വേണ്ട. ഒരു MLAക്ക് സ്വന്തമായ കുറെ തീരുമാനങ്ങൾ എടുക്കാൻ, MLAക്ക് സ്വന്തമായിട്ട് വഴി നന്നാക്കിയിട്ട് അവിടെ ബോർഡ് വെക്കാം, MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച്. അല്ലെ അങ്ങനെ വെക്കുന്നതിനൊന്നും ഞങ്ങളൊന്നും എതിരല്ല. ആ റോഡ് നന്നായി കിടക്കണം. അങ്ങ് കയറിയിട്ട് ഏറെക്കുറെ ഇപ്പം 2 വർഷക്കാലം മാറാകുകയാണ്. ഇതുവരെ പുതുപ്പള്ളി പഞ്ചായത്തിലെ എണ്ണി പറഞ്ഞാൽ അനേകം റോഡുകളുണ്ട്. തകർന്ന് ഒരു വിധത്തിലും വാഹനമായിട്ട് പോകാത്ത ഒരുപാട് റോഡുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നരിമറ്റം മീനമുക്ക് റോഡ് അത് തകർന്നു കിടന്നിട്ട് 15 കൊല്ലത്തിനാവുകയായി. അതുപോലെ വെട്ടത്തുകവല SC കവല റോഡ് അത് തകർന്നു കിടന്നിട്ട് എത്രയോ നാളായി. പയ്യപ്പാടി കൊച്ചുമറ്റം റോഡ്, അതുപോലെ ഇഞ്ചക്കാട്ടുകുന്ന് റോഡ്, അതുപോലെ വിശ്വകർമ്മ ക്ഷേത്രം റോഡ്, അതുപോലെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്കൂളിന്റെ അതിലുള്ള റോഡ്, അങ്ങാടി വഴിയുള്ള റോഡ്, അങ്ങനെ നിരവധി റോഡുകൾ. അതുപോലെ എരവിനല്ലൂർ കഴിഞ്ഞ ദിവസം നമ്മുടെ കോതകുളങ്ങര ക്ഷേത്രത്തിന്റെ അതിലുള്ള റോഡുകൾ. അങ്ങനെ പുതുപ്പള്ളി പഞ്ചായത്തിലെ എണ്ണാൻ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് റോഡുകൾ. കൊച്ചുമറ്റം റോഡിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് 1-2 റോഡുകൾ ഇപ്പൊ നാട്ടുകാർ സ്വന്തമായിട്ട് അവർ തന്നെ പൈസ മുടക്കി കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് നന്നാക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ പൊങ്ങമ്പാറയിൽ ഇപ്പൊ ഒരു റോഡ് അവർ മണ്ണടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീനമുക്കിന്റെ അവിടെ നിന്നുള്ള റോഡ് നാട്ടുകാരെല്ലാം അവിടെ മണ്ണടിക്കുന്നു. അതുപോലെ ഇഞ്ചക്കാട്ട് കുന്നാൽ ഒരു റോഡ് നാട്ടുകാർ പിരിവെടുത്ത് ചെയ്യുന്നു. ഇപ്പൊ ഇതുപോലെ വെട്ടത്തുപോലെ നസീക്കാവിലേക്കുള്ള റോഡ് നാട്ടുകാർ പിരിവെടുത്ത് ചെയ്യുന്നു. ഇങ്ങനെ നിരവധി റോഡുകൾ ഇപ്പൊ നാട്ടുകാർ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കാഞ്ഞിരത്തുമൂട്ടി നിന്ന് പുമ്മട്ടെന്നുള്ള റോഡ് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരിധി വരെ ഗതാഗത പുതുപ്പള്ളി ഒഴിവാക്കാൻ പറ്റുന്ന റോഡാണ്. പയ്യപ്പാടി എന്ന് വരുന്ന യാത്രക്കാർക്ക് എല്ലാം ഒത്തിരി ഗുണമുള്ള റോഡാണ്. ഇന്ന് ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അങ്ങോട്ട് ചെന്ന് കണ്ട സഹിക്കത്തില്ല. അതുപോലെ പുതുപ്പള്ളിയിൽ ഗതാഗത യോഗ്യമായ ഒരു വഴി പോലും ഇന്ന് നിലവിലില്ലെന്ന് പറയും. അപ്പൊ അത് നന്നാക്കാനുള്ള ഒരു ചർച്ച വിളിക്കുകയും അതിനുവേണ്ടി ഒരു നിവേദനം കൊടുക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണമുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ റോഡുകൾ മുഴുവൻ തകരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജലജീവൻ മിഷന്റെ പൈപ്പിന്റെ വേണ്ടിയുള്ള കുഴിയെടുത്താന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് റീസ്റ്റോർ ചെയ്യുന്നതിനെപ്പറ്റി ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി ഏറെക്കുറെ ഇനിയിപ്പോൾ 1 വർഷം തന്നെ കഷ്ടിച്ചുള്ളൂ. അപ്പൊ ഇതിനെപ്പറ്റി ഇവരെ കൊണ്ട് ഒരിക്കലും ഇത് റീസ്റ്റോർ ചെയ്യാനൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം ഇതുവരെ ഇതിന്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പലയിടത്തും ഇനിയും വഴി പൊട്ടിക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടിക്കാനുണ്ട്. ഇനിയും അത് തന്നെയല്ല, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ കുറച്ചു നാളത്തേന് ഇങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊന്നും എല്ലാം നിർത്തിവെക്കേണ്ടി വരും. അപ്പൊ ഇത് റീസ്റ്റോർ ചെയ്യുന്ന കാര്യം നമുക്ക് ഉടനെ എങ്ങും ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങ് ഇടപെട്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം, കാരണം ഇവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടുകയും അതുപോലെ പൊതുജനങ്ങൾക്ക് ഇതുപോലെ എത്ര വർഷങ്ങളായി ഇത് ഇങ്ങനെ നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വഴി നമുക്ക് ഒരു MLA ആണെങ്കിലും MP ആണെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വഴിയാണ്. അത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല, അത് അങ്ങേ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങ് ഉടനെ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിന്റെ അത് പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം ഉടനടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്. Yeah.